ആത്മവിശ്വാസം വെച്ചത്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് 7 ഇരട്ടിയായിട്ട് പാർലമെന്റ് ഇലക്ഷന് വർദ്ധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ പറയുന്നു, എഴുതി വെച്ചോ, അക്കമിട്ട് അടിവരയിട്ട് പറയുകയാണ്, ഇത്തവണ UDFന് ഏറ്റവും വലിയ ഭൂരിപക്ഷം, പാലക്കാട് നൽകിയതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കും. നല്ല വിജയ പ്രതീക്ഷയിലാണ്. ഏറ്റവും ഊർജ്ജസ്വലമായി കഴിഞ്ഞ 3 മാസക്കാലം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങി ആ തെരഞ്ഞെടുപ്പിന്റെ പര്യവസാനത്തിലേക്ക് പോകുമ്പോൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ മാത്രമല്ല, ജില്ലയിലെ മാത്രമല്ല, സ്റ്റേറ്റ് ഒട്ടുക്കുള്ള മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ, ആയിരക്കണക്കിന് പേര് പിന്തുണയുമായി പാലക്കാട് എത്തിയിരിക്കുക. ഇതുപോലൊരു അവസരം പാലക്കാടിന് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉറപ്പാണ്. ഒരു സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ UDF പാലക്കാട് പിടിച്ചടക്കാൻ പോകുന്നത്. ആ തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ പ്രതിഷേധം ഞങ്ങളൊരു പാലക്കാട് പൂരം കൊണ്ട് നടത്തുകയാണ്. അതാണ് രാഷ്ട്രീയം. ഞങ്ങളുടെ ജാതി മത വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞിട്ടുള്ള ഒരു മാതൃകാ സ്ഥാനമാണ് പാലക്കാട്. എന്നും വർഗീയവാദികളോട്, വിഘടനവാദികളോട് ഒത്തുതീർപ്പില്ലാതെ, സന്ധി ചെയ്യാതെ പോരാട്ടം നടത്തിയിട്ടുള്ള ആളുകളാണ് പാലക്കാട്ടെ വോട്ടർമാർ. ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ നിഷ്പക്ഷരായ നീതിപൂർവമായ പ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരാണ് പ്രതികരിക്കാൻ പോകുന്നത്. അവർ പ്രതികരിക്കുന്നത് UDFന് അനുകൂലമായിട്ട് മാത്രമല്ല. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഈ സ്റ്റേറ്റ് ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പിണറായി വിജയന്റെ ഭരണം ഇത്രയേറെ ജനവിരുദ്ധമായി തുടരുന്നതിൽ വലിയ പ്രതീക്ഷ, വലിയ പ്രതിഷേധമാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിക്കാൻ പോകുന്നത്. എത്രയായിരിക്കും ഭൂരിപക്ഷം? ചുരുങ്ങിയത് 15,000. കഴിഞ്ഞ കാലത്തെക്കാളും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിക്കും പാലക്കാട്. വിവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുക ജനം. നിങ്ങളുണ്ടാക്കിയ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റൊക്കെ അവസാനിച്ചു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സന്ദീപ് വാര്യരെ കിട്ടാത്തതിന്റെ വിഷമം CPM പ്രകടിപ്പിക്കുകയാണ്. സന്ദീപ് വാര്യരെ നഷ്ടപ്പെട്ട വിഷമം BJPക്കാര് വിഷമത്തിലാണ്. ഞങ്ങളുടെ അണികളൊക്കെ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. സന്ദീപ് വാര്യർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടല്ല, അദ്ദേഹത്തിന് അനുകൂലികളായിട്ടുള്ള ആളുകളുടെ പലരുടെയും BJPയുടെ പാളയത്തിലെ പല വോട്ടും UDFന് ഇത്തവണ കിട്ടും. ശരി, എന്തായാലും